ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അഞ്ജുമി അജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തനി നാടൻ താമരശ്ശേരിക്കാരുടെ കൊച്ചിക്കോയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പിഞ്ഞാണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മൈസൂർ പായം നമുക്ക് ഇരിഞ്ഞിടാം. ഞാൻ 1 കിലോ മൈസൂർ പായമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ കടയ്ക്കോയിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒടിച്ചെടുക്കാവുന്നതാണ്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യരുത്, നമുക്ക് കൈവച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ശർക്കരയും പഞ്ചസാരയും ഒതുക്കിയിട്ടതാണ്. അതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഞ്ചിയുടെയോ ചെറിയുള്ളിയുടെയോ നീര് എടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ചെറിയുള്ളിയും ഇഞ്ചിയും ഇതേപോലെ ഇടുന്നതാണ് ഇഷ്ടം. തേങ്ങാപ്പാൽ 1 കപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് മെയിനായിട്ട് ചേർക്കുന്ന ഒന്നാണ് നാടൻ അവിൽ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിൽ വറുത്തതിന് ശേഷം കൊച്ചിക്കോയുടെ മിക്സ് ചേർത്ത് കഴിക്കാവുന്നതാണ്. മലബാറി കൊച്ചിക്കോയ അപ്പോൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് തറവാട്ടുകളിലൊക്കെ കുടുംബങ്ങൾ ഒത്തുചേരുമ്പം വല്യമ്മ ഉണ്ടാക്കി തരുന്നൊരു ഐറ്റമാണിത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെയാണിത്. അപ്പോൾ ഇതേപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത് കഴിക്കേണ്ട ശൈലി എന്ന് വെച്ചാൽ വാഴ ഇലയിലോട്ട് ഇതേപോലെ കോരിയിട്ടതിന് ശേഷം കൈ വെച്ച് കഴിക്കുക. താമരശ്ശേരി കൊച്ചിക്കോയുടെ തനി നാടൻ ടേസ്റ്റ് അപ്പോഴാണ് കിട്ടുക. അതപ്പോൾ നിങ്ങൾ സ്പൂണ് വെച്ചൊന്നും കഴിക്കാതെ കൈ കൊണ്ട് തന്നെ കഴിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.